ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായിട്ടുള്ള നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇളം ചൂടോട് കൂടിയിട്ടുള്ള എണ്ണയാണ് ഇപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഈ സ്നാക്സിന് വേണ്ടി ഉരുളക്കിഴങ്ങ് പുഴുങ്ങണം. അതിനുവേണ്ടി 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തു. ഇനി നമുക്കിതിൻ്റെ തൊലി കളയണം. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ഉടച്ചെടുക്കണം. നന്നായിട്ട് തന്നെ നമുക്കിത് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതിന് ശേഷം കുക്കറിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം വേണം നമ്മളിത് പുറത്തെടുത്ത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങിൽ ഇതിൽ ചേർത്തിരുന്ന ചേരുവകളെല്ലാം തന്നെ നന്നായിട്ട് മിക്സാവുന്ന രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഉരുളകളാക്കി മാറ്റാം. ആദ്യത്തെ ഉരുള നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മൈദമാവ് തൂവി കൊടുക്കാം. ഇനി നമുക്കിത് നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാകുന്നത് വരെ നമുക്കിത് പരത്തിയെടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കുന്നത് കൊണ്ട് നല്ലൊരു ഷേപ്പിലായിട്ട് കിട്ടും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് മുറിച്ചെടുത്ത ഭാഗം മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ അതിൽ ഒരു പീസ് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ചെറിയൊരു അളവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് മടക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ച് വെക്കണം. അതിനു വേണ്ടി 1/2 ടീസ്പൂൺ അളവിൽ മൈദമാവ് കുറച്ച് വെള്ളത്തിൽ മിക്സാക്കി വെച്ചതിന് ശേഷം ഇതിലേക്കിപ്പോൾ ഇത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഒട്ടിച്ച് വെക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ഭാഗവും ഇതുപോലെ തന്നെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. നന്നായിട്ട് തന്നെ ഒട്ടി നമുക്ക് കിട്ടുന്നതാണ്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മസാലക്കൂട്ട് ഇതിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ചുരുട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം 2 പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് മൊരിഞ്ഞ് കിട്ടുന്നതാണ്. തിരിച്ചു മറിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്തതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. 3-4 പീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. വൈകുന്നേരങ്ങളിൽ നമുക്കിത് ചായക്കൊപ്പം കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.